ഇത് സംബന്ധിച്ച ഒരു കേസ് ആയിരുന്നു സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഉണ്ടായിരുന്നത്. 18 മാസം ദൈർഘ്യമുള്ള A&M കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് അല്ലെ. PSC അംഗീകരിക്കുകയാണെങ്കിൽ അവർക്കും നിർബന്ധമായിട്ടും ഈ എക്സാം എഴുതാം. ഹൈ ഓൾ, വെൽക്കം ബാക്ക് ടു എജ്യൂസ് അക്കാഡമി. സോ നമ്മൾ ഈ കാണുന്ന പോലെ കേരള PSCയുടെ JPHN പോസ്റ്റ് അല്ലെ, JPHN പോസ്റ്റിൽ ഇനി എല്ലാവർക്കും അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ സുപ്രീം കോടതിയുടെ വിധി വന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് നോക്കാം. നമുക്കറിയാം JPHN എന്ന് പറയുന്ന പോസ്റ്റ് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ബേസിക് എലിജിബിലിറ്റി എന്ന് പറയുന്നത് 18 മാസം ദൈർഘ്യമുള്ള A&M കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് അല്ലെ. പക്ഷെ PSC അതിന് മുകളിലേക്ക് ക്വാളിഫിക്കേഷൻ ഉള്ള, അതായത് GNM മുതൽ മുകളിലേക്ക് ക്വാളിഫിക്കേഷൻ ഉള്ളവരെയും ഈ ഒരു പോസ്റ്റിന് പരിഗണിക്കുമായിരുന്നു. ഇത് സംബന്ധിച്ച ഒരു കേസ് ആയിരുന്നു സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഉണ്ടായിരുന്നത്. സോ അതിന്റെ ഒരു അന്തിമ വിധിയാണ് ഈ വന്നിരിക്കുന്നത്. ആ വിധിയിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഇനി മുതൽ JPHN പോസ്റ്റിന് A&M ആണ് ബേസിക് ക്വാളിഫിക്കേഷൻ എങ്കിലും PSC അംഗീകരിക്കുകയാണ് GNM ക്വാളിഫിക്കേഷൻ, അതല്ല GNM ക്വാളിഫിക്കേഷന് മുകളിലേക്കുള്ള ക്വാളിഫിക്കേഷൻസ് PSC അംഗീകരിക്കുകയാണെങ്കിൽ അവർക്കും നിർബന്ധമായിട്ടും ഈ എക്സാം എഴുതാം, ഈ ഒരു പോസ്റ്റിലേക്ക് പരിഗണിക്കാം എന്നുള്ളതാണ് പുതിയൊരു സുപ്രീം കോടതി വിധി വന്നിരിക്കുന്നത്. സോ ഈ ഒരു വിധി അനുസരിച്ചിട്ട് JPHN പോസ്റ്റിന് എല്ലാവർക്കും, നഴ്സിംഗ് കഴിഞ്ഞിട്ടുള്ള എല്ലാവർക്കും ഈ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാനായിട്ടുള്ള എലിജിബിലിറ്റി ഉണ്ട്. സോ ഇനി വരുന്ന എക്സാംസ് ഒക്കെ എല്ലാവരും നന്നായിട്ട് പഠിച്ചെഴുതുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.